എല്ലാവർക്കും ഗോകുലമാലയിലേക്ക് സ്വാഗതം. സീതയുടെ മുൻജന്മത്തിൽ എല്ലാ ദേവന്മാരുടെയും ഗുരുവായ ബൃഹസ്പതിയുടെ പുത്രനായ ബ്രഹ്മർഷി കുശധ്വജന്റെ മകൾ വേദവതിയായിരുന്നു. വേദവതിയുടെ പിതാവ് തന്റെ കുട്ടി വിഷ്ണുവിനെ ഭർത്താവായി കാണണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ അസുരൻ വേദവതിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ വേദവതിയുടെ നിരാകരണത്തിൽ പ്രകോപിതനായ ആസക്തനായ അസുര രാജാവായ ശമ്പൻ ചന്ദ്രനില്ലാത്ത ഒരു അർദ്ധരാത്രിയിൽ വേദവതിയുടെ മാതാപിതാക്കളെ വധിച്ചു കളഞ്ഞു. അന്നു മുതൽ വേദവതി തൻ്റെ മാതാപിതാക്കളുടെ ആശ്രമത്തിൽ രാവും പകലും വിഷ്ണു ഭഗവാനെ ഭർത്താവായി നേടുന്നതിനായി കഠിന തപസ് അനുഷ്ഠിച്ചു. വേദവതി പറഞ്ഞറിയിക്കാനാവാത്ത വിധം സുന്ദരിയുമായിരുന്നു. ഒരിക്കൽ വേദവതി ധ്യാനത്തിലിരിക്കുന്നത് കണ്ട രാവണൻ അവളുടെ അവിശ്വസനീയമായ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി. രാവണൻ തൻ്റെ ആഗ്രഹം അറിയിക്കുകയും എന്നാൽ വേദവതി സ്വാഭാവികമായി അത് നിരസിക്കുകയും ചെയ്തു. എന്നാൽ സ്വയം തിരസ്കരിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ രാവണൻ വേദവതിയുടെ തലമുടി വലിച്ച് ആക്രമിക്കുവാൻ ശ്രമിച്ചു. ഇത് വേദവതിയെ വളരെയധികം പ്രകോപിപ്പിക്കുകയും ഉടൻ തന്നെ തൻ്റെ മുടി മുറിക്കുകയും ചെയ്തു. രാവണന്റെ നാശത്തിനായി താൻ വീണ്ടും ജനിക്കുമെന്ന് രാവണനോട് പറഞ്ഞ് അഗ്നിയിലേക്ക് പ്രവേശിച്ചു. വേദവതിയെ തേടി രാവണനും അഗ്നിയിൽ ചാടി. എന്നാൽ വേദവതിയെ കണ്ടെത്താൻ കഴിഞ്ഞതുമില്ല. 3 വജ്രകഷ്ണങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. അയാൾ അവ ഒരു പെട്ടിയിൽ സൂക്ഷിച്ച് ഭാര്യ മണ്ഡോദരിയുടെ അടുക്കൽ കൊടുത്തു. പിന്നീട് പെട്ടി തുറന്നപ്പോൾ കണ്ടതാകട്ടെ ആ വജ്രകഷ്ണങ്ങൾക്ക് പകരം ഒരു കുഞ്ഞിനെയാണ്. വേദവതി പറഞ്ഞതുപോലെ തൻ്റെ മരണത്തിന് കാരണമായേക്കും എന്ന് മനസ്സിലാക്കിയ രാവണൻ ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചു. എന്നാൽ മണ്ഡോദരി ആകട്ടെ അത് തടയുകയും കുഞ്ഞിനെ കടലിൽ എറിയാൻ ഭൃത്യന്മാരോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ കുഞ്ഞിനെ ഭൂമിദേവി തൻ്റെ മകളായി സ്വീകരിച്ചു. ഇതേ സമയം മിഥില ഭരിച്ചിരുന്ന ജനക മഹാരാജാവ് തൻ്റെ നിലം നികത്തി വരൾച്ച മാറ്റാൻ വേണ്ടിയുള്ള യാഗം ചെയ്യാൻ തയ്യാറെടുക്കുകയായിരുന്നു. അപ്പോൾ ഭൂമിദേവി ആ കുഞ്ഞുള്ള പെട്ടി കലപ്പയുടെ വഴിയിൽ വെച്ചു. ജനകൻ കുഞ്ഞുള്ള പെട്ടി കണ്ടെത്തുകയും അത്ഭുതത്തോടെ അദ്ദേഹം കുട്ടികളില്ലാത്തതിനാൽ ഭൂമാതാവ് തനിക്ക് സമ്മാനമായി നൽകിയതാണ് എന്ന് ആശ്വസിക്കുകയും ചെയ്തു. കലപ്പയുടെ അറ്റത്തു നിന്ന് ലഭിച്ചവൾ, മനുഷ്യ ഗർഭപാത്രത്തിൽ നിന്ന് ജനിക്കാത്തവൾ, അയോനിജ എന്ന അർത്ഥത്തിൽ സീത എന്ന് നാമകരണം ചെയ്യുകയും ചെയ്തു. രാമായണത്തിന്റെ ചില പതിപ്പുകളിൽ വേദവതി മായാസീതയായി പുനർജനിക്കുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. വേദവതി സീതയുടെ സ്ഥാനം ഏറ്റെടുക്കുകയും രാവണനാൽ തട്ടിക്കൊണ്ടു പോകപ്പെടുകയും അവന്റെ അടിമത്തം അനുഭവിക്കുകയും ചെയ്തു. സീതയാകട്ടെ അഗ്നിയിൽ മറയുകയും ചെയ്തു.